അതോടൊരു വ്യക്തിപരമായ കാര്യമാണ്. ഡാൻസ് കളിക്കുക എന്നുള്ളത് ഒരു വ്യക്തിപരമായ ഒരു കാര്യമാണ്. അത് ആർക്കും തടയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു ആർക്കാണെങ്കിലും ഡാൻസ് എന്നുള്ളൊരു വ്യക്തിപരമായ ഒരു കാര്യമാണ്. അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിക്കാനും പറഞ്ഞാൽ ആർക്കും അവകാശമില്ല. പിന്നെ എന്തായാലും കോളനി മൂവിയിൽ നല്ലൊരു വേഷം ചെയ്ത് മനാഫ് ആദിനാടിൻ്റെ എന്തായാലും വളർന്നു വരുന്നൊരു കലാകാരിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സങ്കടമാണ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചത്. കാരണം ഒരാൾ അറിയാണ്ട് നമ്മൾ ഒരുപാട് കമൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, തെറ്റായിട്ട് പറയുന്നുണ്ട്. അത് ഒരു കാര്യം ചിന്തിക്കുക, അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. വെറുതെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുക. കേട്ടില്ലേ, ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അത് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയാണ് കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നത്. അപ്പം എന്തായാലും അലിൻ പെരേര അദ്ദേഹം എന്തായാലും മുന്നോട്ട് ഇങ്ങനെ പോട്ടെ, കുഞ്ഞു റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒതുങ്ങി പോട്ടെ. അപ്പോൾ റിയ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ പാട്ടിനും പോട്ടെ, റിയയുടെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. എനിക്കിതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഷാനിബേനെ നല്ലൊരു ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് ഷാനിബേനെ അങ്ങനെ പറഞ്ഞപ്പോൾ, അതായത് ഇവളെ വെടിയെന്നും വീശിയെന്നൊക്കെ വിളിച്ചുള്ള വോയിസ് ഞങ്ങൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് ഇത്ര പ്രതികരിച്ചത് കേട്ടോ. അപ്പോൾ അതുപോലെ വേറെ ആരും വിളിക്കല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളൊരു സ്ത്രീയാണ്, റിയ ഒരു സ്ത്രീയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്തായാലും നല്ല രീതിയിൽ പോട്ടെ, പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ അലിനും 2 വാക്ക് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് സാനിബ ചേച്ചിയോടാണ്. അപ്പോൾ ഇപ്പോൾ റിയ നമ്മളെ പല രീതിയിലും മോശമായിട്ട് പറയുന്ന വീഡിയോ കണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ടെൻഷൻ കാരണം ഞാൻ വീഡിയോ ഒന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ കളിച്ച ഒരു ഡാൻസ് കണ്ടു. കമന്റ് ഒന്നും ഞാൻ നോക്കാറില്ല സത്യം പറഞ്ഞാൽ. എന്റെ കമന്റ് തന്നെ ഞാൻ നോക്കിയിട്ട് ഒരു പ്രതികരണം ഞാൻ കൊടുക്കില്ല. പറയുന്നവരവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ, നമ്മളങ്ങ് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് എന്റെ മൈൻഡ്. അതുകൊണ്ട് ഞാൻ കമന്റ് ആരെയും നോക്കാറില്ല, അവർ മറുപടിയും കൊടുക്കാറില്ല. കാരണം അതുകൊണ്ട് എന്നോട് ആർക്കും പിണക്കുമില്ല. കാരണം നമ്മൾ മറുപടി പറയുമ്പോൾ അവർക്ക് വീണ്ടും പറയാൻ തോന്നും. നമ്മൾ ഒന്നും മിണ്ടിയിലും കണ്ടില്ല, അവർ പറയില്ല. അവർ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അവരുടെ വായങ്ങ് കഴിക്കുമ്പോൾ അവരങ്ങ് നിർത്തും. എന്താ സാധാരണ ഒരു ഡയലോഗ് പറയണ്ടല്ലോ, പട്ടിയുടെ വാലി കുഴലിട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ ഈ നമ്മളെ കുറ്റം പറയുന്നവരുടെ വായ അടയ്ക്കാൻ നമുക്ക് പറ്റിയ. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇങ്ങോട്ട് അഭിലാഷനെ വിളിച്ചു. ഞാൻ ചോദിച്ചതേ, ഇപ്പൊ നമ്മള് റീൽസ് ചെയ്തല്ലോ, റീൽ ടാഗ് ഇപ്പൊ കാര്യം. അപ്പൊ റീൽസ് ചെയ്ത സമയത്ത് ഞാൻ മോശമായിട്ട് വല്ലതും പ്രതികരിച്ചിരുന്നു? ഇല്ല. ഇങ്ങോട്ട് വല്ലോ പറഞ്ഞിരുന്നു ചേച്ചി? ഇല്ല, അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചതേ, ഇപ്പൊ റിയ പറയുന്നത് എല്ലാ പെണ്ണുങ്ങളടുത്തും പല രീതിയിൽ മോശമായിട്ടൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കും. റിയ പറഞ്ഞൊരു കാര്യമുണ്ട്, കാരണം നിങ്ങൾ അടുത്ത പെണ്ണിനെ വേറെ പരിപാടിക്ക് ഉപയോഗിക്കാനാണോ അത് പറഞ്ഞില്ല. അപ്പൊ റിയ പറഞ്ഞതേ, ഇപ്പൊ ഈ അവളെ നായകസ്ഥാനത്ത് മാറ്റിയിട്ട് വേറെ എന്താ പരിപാടി, ഈ റീൽസിനെ പറ്റിയും പറഞ്ഞു. ഇപ്പൊ എന്റെ അല്ലാണ്ട് അടുത്ത പെണ്ണിന്റെ കൂട്ടിക്കൊടുക്കണ്ടെന്ന് ബ്രൈറ്റിനോട് ചോദിച്ചു. മനസ്സിലായി ഈ വീഡിയോ വന്നപ്പോ? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ചേച്ചി? എന്റെ കൂടെ ശാരീരികമായിട്ട് ഇടപെടാനാണ് ചേച്ചി റീൽസ് ചെയ്തത്? അല്ല, എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എന്നെ ഒരു ഡാൻസ് ചെയ്യാൻ വിളിച്ചു. അപ്പോൾ ആ ഡാൻസിൽ നമ്മൾ എങ്ങനെ ചെയ്യണം, ഏത് രീതി പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ എൻ്റെ ആ ക്യാരക്ടർ വെച്ചാണ് ഞാൻ ചെയ്തത്, അല്ലാതെ ഒരാളുമായിട്ട് അങ്ങനെ ഒരു മൈൻഡിലല്ല ഞാൻ. മോശമായിട്ടുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ റീൽസ് ചെയ്യിപ്പിച്ചതെന്ന് തോന്നുന്നു? ഇല്ല, എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കണ്ടിട്ട്. കാരണം പുള്ളിയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കൂടെ ഡാൻസ് കളിച്ചപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് തോളെ കൈവെക്കാൻ പറ്റുമ്പോൾ തന്നെ പുള്ളിക്ക് അത് എങ്ങനെ വെക്കണം എന്നറിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരാള് റിയ എന്ന് പറഞ്ഞ ഈ 39 വയസ്സോ 40 വയസ്സുള്ള ആന്റിയെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു സത്യം പറഞ്ഞു. കാരണം അതിലും വലിയ ചെറുപ്പക്കാരിയാണ് ഞാൻ. എന്നെ കണ്ടിട്ട് പോലും എങ്ങനെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം അല്ല പല സ്ഥലത്ത് വെച്ച് മാറി പീഡിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഒരു ടോമാഞ്ചേരി കഥ പോലെയും. പിന്നെ നിങ്ങൾ സിനിമ കാണാറുണ്ടോ? അല്ല, പുള്ളിക്കാരി ചിലപ്പോ ഈ പീഡനത്തില് പറയാനുള്ളത് ചേച്ചി, സിനിമ കാണാറുണ്ടെന്ന് പറയല്ലോ. ഞാൻ സിനിമ കാണാറുണ്ട്. രാമലീല കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. രാമലീലയില് ഹോപ്പർ ഷോട്ടാ എന്താ പറയും, ഹോപ്പർ ഷൂട്ട്, ആ ഒരു പരിപാടി കണ്ടിരുന്നു ആ സിനിമയുടെ അകത്ത്? കണ്ടായിരുന്നു. ഏറെ സമയത്ത് എല്ലാ ദിവസവും സംരക്ഷണം ചെയ്ത് കളിക്കുന്നുണ്ട്. ദിലീപേട്ടൻ വേറെ വിദേശത്ത് പോവുക. അപ്പൊ അതേപോലെ എന്റെ ലുക്ക് കണ്ടില്ലേ?
അന്ന് കൊച്ചു മുടി ഉണ്ടായിരുന്നില്ല എനിക്ക്. അന്ന് കുറച്ച് മുടിയുണ്ട്, ഇപ്പൊ വെട്ടി ഇവള് പൈസ തന്നപ്പോ ഞാൻ വെട്ടിയതാണ് എനിക്ക് ചോദിയുണ്ട്. അപ്പൊ ലുക്ക് കുറച്ച് ഷെയർ ചെയ്തു, കുറച്ചും കൂടെ ലുക്ക് ആയിക്കോട്ടെ എന്ന് പൈസ ലുക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതേ ഹോപ്പർ ഷൂട്ട് എന്ന സംഭവത്തില് പല പല വീഡിയോസ് ഇട്ടു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ആ കഥാപാത്രം രാമനുണ്ണി എന്ന കഥാപാത്രത്തെ വെള്ളപൂശാൻ ശ്രമിച്ചു. പക്ഷെ രാമനുണ്ണി എന്ന കഥാപാത്രം ശരിക്കും അലമ്പാണ് കാണിക്കുന്നത്, മനസ്സിലായോ? പ്രതിയാണ്. ആ ഇങ്ങനെ ഞാനിങ്ങനെ മുണ്ടുടക്കി വെച്ച് ഡബിൾ മറ്റേ റെഡ് ബുള്ളിൽ ഇങ്ങനെ വെടിവെക്കാനായിട്ട് ആ പുള്ളി കാണിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ ഞാൻ മുണ്ടെടുത്തത് അതിനുവേണ്ടിയല്ല, കാരണം ഇന്ന് അമ്മാമ മറ്റേ ജീൻസ് മാറ്റി കളഞ്ഞപ്പോൾ മുണ്ടെടുത്തത്, അല്ലാണ്ട് ഇത് കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ മുണ്ടെടുത്തത്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ സ്മാർട്ട് പീസ് വീഡിയോയിൽ ഇപ്പോൾ വരുന്നുണ്ടല്ലോ, ഇപ്പൊ 3ാമത്തെ വീഡിയോ ആണ് അല്ല രണ്ടാമത്തെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 3, 4, 5 എപ്പിസോഡൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാവരുടെ പേരും പറയുന്നുണ്ട്. ഇപ്പൊ ബ്രൈറ്റ് അത്ര നല്ലവരല്ല, ആദ്യം എനിക്ക് കൂടെ ഉണ്ടാവുന്നതാണ് ബ്രൈറ്റ്. അപ്പൊ ബ്രൈറ്റ് ഇവളുമായിട്ട് കറങ്ങാത്ത സ്ഥലമില്ല. ഇവള് ആയിട്ട് ബീച്ചില്, പാർക്കില്, കളമശ്ശേരിയിലേക്ക് കൊണ്ടാക്കിയിട്ടുണ്ട്. ഡബിങ് സ്റ്റുഡിയോയിൽ വരെ ഇവർ കറങ്ങി നടന്ന സംഭവങ്ങളൊക്കെ എനിക്ക് നേരിട്ട് അറിയാം. സെറ്റിൽ വെച്ചാണെങ്കിലും ഇവളെ കാണുമ്പോൾ കിസ് അടിക്കുക, അടുത്ത് വന്ന് കിടക്കുക എന്നൊക്കെ പല പരിപാടികൾ നടന്നിട്ടുണ്ട്. ഇത് എനിക്ക് പറയാനേ പറ്റുള്ളൂ. എന്നെ വിശ്വസിക്കേണ്ടത് പ്രേക്ഷകരാണ്. കാരണം ഞാൻ എന്നെ പോലത്തെ ഒരു കുട്ടിത്വമുള്ള മൈൻഡുള്ള ആള് ഒരു 39 വയസ്സുകാരുടെ ശാരീരികമായിട്ട് ഇടപെടില്ല, ഒന്നും നടക്കത്തില്ല. പിന്നെ ഇവിടെ ആഗ്രഹപ്രകാരം ഒന്ന് കെട്ടിപ്പിടിക്കുക എന്നുള്ളത് ഇപ്പൊ മാനസികമായിട്ട് ചെയ്തു പോയതാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് സിനിമാറ്റിക് ഇത് സിനിമാറ്റിക് ആയിട്ട് തോന്നുന്നുണ്ടോ ഈ റിയയുടെ ഈ കടന കഥ? പല എപ്പിസോഡായിട്ടാണ് ഇത് റിലീസ് ആവുന്നത്. ഇതിപ്പോ 1 മണിക്കൂറിൽ അല്ലെങ്കിൽ 2 മണിക്കൂർ ടെലികാസ്റ്റ് ചെയ്യേണ്ട, അപ്പൊ തന്നെ ടെലികാസ്റ്റ് ചെയ്യേണ്ട സാധനം കട്ടിങ് ആയിട്ട് പല ദിവസങ്ങളിലിട്ട് നാറ്റിക്കുന്ന ചട്ടത്തരമല്ലേ? ശരി, അത് ചെറ്റത്തരം തന്നെയാ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ നാറ്റിക്കാം അവൾക്ക് എന്നെ മാത്രമാണ് ജയിലിൽ കയറ്റണമെന്ന് ഉദ്ദേശമെങ്കിൽ എന്നെ മാത്രം പറഞ്ഞാൽ പോരെ, മനസ്സിലായ? ഇപ്പോ ബ്രൈറ്റ് എന്നത് പ്രതിയാണോ നിരപരാധിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ബ്രൈറ്റുമായിട്ട് അവള് പല രീതിയിലുള്ള റിലേഷൻസ് ഉണ്ടായിരുന്നു, എനിക്ക് അറിയില്ല നേരിട്ട്. പക്ഷെ ഫ്രണ്ടായിരുന്നു, ബ്രൈറ്റിന്റെ ഫ്രണ്ടായിരുന്നു ഈ പ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടി. കാരണം അറിയില്ലാത്ത കാര്യമല്ല, ബ്രൈറ്റിന്റെ ഫ്രണ്ടായിരുന്നു പല അല്ല സംസാരിക്കുമായിരുന്നു ഫോണിൽ നിരന്തരം ബസ്സൊക്കെ സെറ്റ് വെച്ച്. അവനാണ് അവളോട് സംസാരിച്ചത്, എന്നെ ഇങ്ങോട്ട് തന്ന് സംസാരിപ്പിച്ചു കൂടിയില്ല അന്ന്. അത്രക്ക് എന്നോട് ഇഷ്ടമുള്ളൊരു പെൺകുട്ടി ആയിരുന്നില്ല റിയ. പിന്നെ ഐസ്ക്രീം റീൽസ് കഴിഞ്ഞിട്ടാണ് നമ്മളോട് പ്രണയം അഭ്യർത്ഥന നടത്തുക. പിന്നെ ഷോർട്ട് ഫിലിമിന്റെ നടക്കണമെന്ന രീതി കൊണ്ട് കറക്റ്റായിട്ട് അവൾ പറയുന്ന വാക്കുകൾ കേട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയെന്ന്. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും തന്നെ അവളുടെ ഒരു വാക്കുകൾ, അല്ലാണ്ട് ഇവളായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. വേണമെങ്കിൽ വൈദ്യ പരിശോധന നടത്താവുന്നതാണ്. കാരണം എൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും ഓപ്പണായിട്ട് പറയുന്നത് ഇവളുമായിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. തൊട്ടാ പീഡനം നോക്കിയാൽ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുരുമ്പിട്ടാൽ ലോകം തന്നെ മുടിഞ്ഞു പോകും. അതാണ് നമ്മൾ ഈ വിഷയത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓടി വരുന്നത് സരിത വിഷയങ്ങളാണ്. സരിത, സ്വപ്ന സുരേഷ് പോലുള്ള വളരെ കാര്യങ്ങളിലേക്ക് ഈ വിഷയം എടുത്ത് വരുമെന്ന് പറയുന്നു. കാരണം വരും കാലങ്ങളിൽ ഈ പെണ്ണ് ഇങ്ങനെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും കാര്യം സൂക്ഷിക്കുക. ആണും പെണ്ണും എന്ന് പറയുന്നത് 2 ധ്രുവങ്ങളാണെങ്കിലും മനുഷ്യന്മാരാണ്, മനസ്സിലായോ? അപ്പൊ അതില് പെണ്ണിന് പരിഗണന ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് തെണ്ടിത്തരവും അലിൻ ജോസിനെ പറ്റി പറയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ റിയ പൊന്നുമോളെ, അലിൻ ജോസ് ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. അലിൻ ജോസിന് ഫാമിലി ഉണ്ട്, അച്ഛൻ അമ്മയുണ്ട്, ബന്ധുക്കളുണ്ട്. അവരൊക്കെ കൈയും കെട്ടിയിരിക്കില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങളെ ആരും എൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അവർ നിന്നെ എന്തെങ്കിലും കയ്യേറ്റം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്തം പറയില്ല. കാരണം നീ അത്രത്തോളം എന്നെ മോശമാക്കിയാണ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് കോടികളുടെ ആസ്തികളൊന്നും ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല. കാരണം നിന്നെ തട്ടിക്കൊണ്ട് പോകാൻ കൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം മീഡിയയിൽ തുറന്നു പറയും, നാളെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ അലിൻ ജോസിൻ്റെ മുഖത്ത് കയറിയിട്ട് കാര്യമില്ല. നീ അത്രക്ക് അലിൻ ജോസിനെ പറ്റി തെണ്ടിത്തരവും പോയത്തരവും മണ്ടത്തരവും പീഡിപ്പിച്ചെന്നും ഒക്കെ പലയിടത്ത് വെച്ച് മാറി ഇത് എന്താണ് നടിയാക്രമിച്ച കേസാ, അങ്ങനെ മാറി പീഡിപ്പിച്ചെന്ന് പറയാനായിട്ട് നീ നടന്ന സംഭവങ്ങൾ പറ മര്യാദക്ക്. കാരണം ഈ നമ്മുടെ വയസ്സത്രയെന്ന് പടത്തിൽ നീ എൻ്റെ നിന്നു
നീ ഉമ്മ വെക്കാൻ പറഞ്ഞു ഉമ്മ വെച്ചു, അതൊക്കെ ശരിയാ, ക്യാമറയിലുണ്ടാവും. അപ്പം അതും പറഞ്ഞ് നീ ശാരീരികമായിട്ട് നിന്നെ ഉപയോഗിച്ചു, ബന്ധത്തിൽപ്പെട്ടു എന്നൊക്കെ പറയണപ്പോൾ നീ ഒന്ന് ഓർക്കണം, പ്രേക്ഷകർ മണ്ടന്മാരല്ല. കാരണം എന്നെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു സെലിബ്രിറ്റി റിവ്യൂവറാണ്. അപ്പോൾ കാര്യം ഒരു 50% പേർക്കെങ്കിലും ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കും. കാരണം തിയേറ്ററിൽ ഡാൻസും കളിച്ച് കോമാളിത്തരം കളിച്ച് കോമഡി ചെയ്യുന്ന ഒരാള് ഒരു പെണ്ണിനെ കയറി റേപ്പ് ചെയ്യില്ല, പീഡിപ്പിക്കില്ല എന്ന് പലർക്കും അറിയാം. അത് നിനക്കറിയാമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കും നിന്റെ വിധി. താങ്ക് യു. ഓക്കെ, എന്തായാലും പ്രഷറോടൊരു കാര്യങ്ങളും പറഞ്ഞ് നിർത്തുകയാണ്. എന്തായാലും ഷാനിബയുടെ കൂടെ പെരേര ഡാൻസ് കളിച്ചു. അപ്പോൾ അതിലൂടെയാണ് വിഷയം തുടങ്ങിയത്. ഞാൻ പറഞ്ഞ ക്ഷേത്രത്തിൽ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് റിയയുടെ ഒരു വോയിസ് വന്നു. അത് മോശമായ രീതിയിൽ ഇവള് എന്താ പറയുക, വേശ്യാശ്രീ ഒരു വെടി അവളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആര് എന്തുവാവട്ടെ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ കൊള്ളില്ല. ഒരു സ്ത്രീയെക്കുറിച്ച് പറയാൻ കൊള്ളില്ല. അങ്ങനെയാണ് പ്രശ്നം തുടങ്ങിയത്. അതിലൂടെ ഇവനെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കെട്ടിയിലെയും ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിഷയം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, മുന്നോട്ട് നല്ല രീതിയിൽ എല്ലാവരും പോവുക. പിന്നെ ബ്രൈറ്റിനെ കുറിച്ച് പറഞ്ഞ്, എനിക്ക് ബ്രൈറ്റിനെ കുറിച്ച് അറിയില്ല. ഒരു മിനിറ്റാ ബ്രൈറ്റിനെ കുറിച്ച് പെരേര പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ് മാന്യമായിട്ട് ഇടപെടുന്നതാണ് ഞാൻ കണ്ടേക്കണത്. അതുകൊണ്ട് ബ്രൈറ്റിനെ കുറിച്ച് എനിക്ക് തെറ്റായിട്ടൊന്നും പറയാനില്ല. കാരണം പുള്ളിക്കാണെങ്കിൽ നല്ലൊരു വേഷം നൽകിയ ഒരാളാണ് ബ്രൈറ്റ്. പിന്നെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാരണം തെളിക്കട്ടെ. പക്ഷെ ബ്രൈറ്റ് ഫോൺ വിളിച്ചതോ ഒന്നും നമുക്കത് പറയാൻ പറ്റില്ല. കാരണം എന്താണ് വിളിച്ചതെന്ന് അവളായിട്ട് കളിയാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് പല രീതിയും പറഞ്ഞു. കളിയൊന്നും. പക്ഷെ നമ്മള് ഞാൻ പറഞ്ഞു ഓക്കെ അവളായിട്ട് കളിയില്ലേ, ഓക്കെ അവളായിട്ട് ബന്ധപ്പെടലൊന്നുമില്ല, പ്രൊമോഷൻ അല്ല. പക്ഷെ ബ്രൈറ്റിനെ കുറിച്ച് എനിക്കറിയത്തില്ല. കാരണം ബ്രൈറ്റ് എൻ്റെ അടുത്ത് മാന്യമായിട്ടാണ് പെരുമാറിയത്. അപ്പൊ ബ്രൈറ്റിനെ കുറിച്ച് എനിക്ക് തെറ്റായിട്ട് പറയുന്നതാണ്. ഓക്കെ, അതോടെ പറഞ്ഞ് നിർത്തുക, കാരണം ഒരുപാട് ടൈമായി. ഇപ്പോൾ ഞാൻ ഒരു സെലിബ്രിറ്റിയാണ്. ഞാൻ പല പെമ്പിളാരുടെ കൈ പിടിച്ച് നടക്കാറുണ്ട്. കാരണം സെലിബ്രിറ്റി ആകുമ്പോൾ ഒന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യും. കാരണം ചിഞ്ചു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി നമ്മുടെ കൂടെ ലുലു മാളിൽ മൊത്തം കൈ പിടിച്ച് നടന്നതാണ്. എന്നിട്ട് കൂടി മോശമായൊരു വാക്കോ മോശമായൊരു പ്രവൃത്തിയോ നമ്മൾ ചെയ്തിട്ടില്ല. മനസ്സിലായോ? അവൾ വരെ വിളിച്ചു പറഞ്ഞു, എന്നോട് നീ എൻ്റെ കൂടെ ലുലു മാളിൽ ഒരു ദിവസം ഫുള്ള് നമ്മൾ കറങ്ങിയാണല്ലോ, എന്നിട്ട് നമ്മൾ ഒരു മോശമായിട്ടുള്ള പ്രവണതയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ പെണ്ണ് അല്ല ഇതിൽ കാര്യം. ഒരു പെണ്ണ് നമ്മളെ കാണുമ്പോൾ, അതും 23 വയസ്സുള്ള ഒരാൾ 39 വയസ്സുള്ള ആള് നമ്മളോട് പെരുമാറ്റ രീതിയാണ് ആദ്യം വിശുദ്ധ. സ്വന്തം ശരീരത്തെ വിശുദ്ധമാക്കാൻ നോക്കുക, മൈൻഡ് വിശുദ്ധമാക്കാൻ നോക്കുക. അപ്പോൾ യാതൊരു പ്രശ്നം. ഇനിയും നമ്മളെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന പല പെണ്ണുങ്ങളും നമ്മളെ കാണുമ്പോൾ തന്നെ കാമത്തോടെ നോക്കരുത്. അതാണ് പറയാനുള്ളത്. നമ്മൾ ഇനിയും ആൾക്കാരുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ കൈയും പിടിച്ച് പെണ്ണുങ്ങൾക്കൊപ്പം നടക്കും. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മളിനി തിയേറ്ററിൽ ആരെയും കയറ്റിക്കൊണ്ടുപോകില്ല. കാരണം മതിയായി. തിയേറ്ററിൽ ഞാൻ ചിലപ്പോൾ വനിതാ തിയേറ്ററിൽ പോകും, കുറച്ച് കേസിന്റെ ഇഷ്യൂ കഴിഞ്ഞിട്ട് വനിതാ തിയേറ്ററിൽ പോകും, റിവ്യൂ മാത്രം പറഞ്ഞു പോവുക, നല്ല രീതിയിൽ പോവുക. റീൽസ് വല്ലപ്പോഴൊക്കെ ചെയ്യും. ഇനി നിർത്തത്തില്ല. ഇപ്പോൾ ഷാനിക സമ്മതിച്ചാൽ ഇനിയും നമുക്ക് ഷാനിക ഇനിയും ചെയ്യാൻ റെഡിയല്ലേ, ഡാൻസ് ചെയ്യാൻ. പരസ്പരം ഇതിനെ പ്രതി നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിക്കുമെന്നെങ്കിൽ റിയ, അല്ലെങ്കിൽ പള്ളിയുമായിട്ട് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുക ഈ കല്യാണ വിഷയങ്ങൾ. അത് ഇത്ര ഏജ് ഡിഫറൻസ് ഉള്ള ആളുടെ കൂടെ ഒരിക്കലും ചർച്ച സമ്മതിക്കത്തില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്തതാണ്. ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടും ഉള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.